ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് ഞായറാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ്. ലാലേട്ടൻ വന്നു. എല്ലാവരും ടെൻഷനിലാണ്. ആരാണെന്ന് പുറത്ത് പോകണമെന്ന് അറിയാൻ വയ്യ. അങ്ങനെ എല്ലാവരും ടെൻഷനാണ്. ലാലേട്ടൻ എല്ലാവരും ഒന്ന് കൂളാക്കുന്നുണ്ട്. ഓരോ തമാശകളും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസിലിപ്പം നമ്മുടെ നിവിന് മാത്രമാണ് പൈസ കിട്ടാതിരുന്ന. എന്തായാലും നിവിന് ലാലേട്ടൻ ഒരവസരം കൊടുത്തു. നിവിൻ്റെ സങ്കടവും വിഷമവും ഒക്കെ കണ്ടായിരിക്കും എല്ലാവരും പൈസ കിട്ടിയപ്പോൾ എനിക്ക് മാത്രം കിട്ടിയില്ലെന്നുള്ളൊരു ടെൻഷൻ നിവിനുണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ ചോദിച്ചു, കാറിലെ പൈസ പോയി എടുക്കണം, 1 മിനിറ്റാണ്. ഓ, അത് കുഴപ്പമില്ല ലാലേട്ടൻ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും നിവിൻ പോയി 50,000 രൂപ എടുത്തു. പെട്ടെന്ന് തന്നെ കാറിൽ നിന്ന് പുറത്ത് വന്നു. അങ്ങനെ ലാലേട്ടൻ ചോദിച്ചു, നിവിന് ആരെങ്കിലുമൊക്കെ പൈസ കൊടുക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരുത്തർ അവരവരുടെ കയ്യിലുള്ള ഓരോ തുക വെച്ച് നിവിന് കൊടുത്തു. നമ്മുടെ സാബു മോൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ സാബു മോൻ്റെ ഇല്ല, എനിക്ക് വലുതായിട്ടൊന്നും കിട്ടിയില്ല ലാലേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ നിവിൻ സാബു മോനെ അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് അങ്ങനെയായിരുന്നു. അതിന് ശേഷം നമ്മുടെ സാബു മോനാണ് പുറത്തു പോയത്. ബിഗ് ബോസിൽ ഇത്തവണ 7ൻ്റെ പണി എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ബിഗ് ബോസ് ഇന്നലെ ഒരു പണി കൊടുത്തത്. നിവിൻ, ആതിര, ബാബുമോൻ ഇവരെ 3 പേരെയും കണ്ണ് കെട്ടി ബിഗ് ബോസിന് പുറത്ത് വാതിലിന് പുറത്ത് നിർത്തി ഇട്ട് ആ വാതിലടയ്ക്കുന്നു. ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പോകുമെന്ന് പറഞ്ഞു. എല്ലാവരും നല്ല ടെൻഷനായിരുന്നു. എന്തായാലും ബാബുമോനാണ് പുറത്തോട്ട് പോയത്. ലാലേട്ടൻ പിന്നെ ഒരു ഗെയിം കൊടുത്തു. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു? ഓരോരുത്തരുടെ ഫോട്ടോ ഒട്ടിച്ച് ഒരു തലങ്ങണി ആണ്, അത് ആർക്ക് കൊടുക്കുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരുത്തർ നിവിൻ അക്ബർക്ക് കൊടുത്തു, അനീഷ് ഷാനവാസിന് കൊടുത്തു, ഷാനവാസ് അനീഷിന് കൊടുത്തു, അനിമോള് ആതിരയ്ക്കും നൂറയ്ക്കും കൊടുത്തപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഒരാൾക്കുള്ള. അങ്ങനെ ആതിരയ്ക്ക് കൊടുത്തു. നൂറ അനിമോൾക്ക് കൊടുത്തു. ആതിര അനിമോൾക്ക് കൊടുത്തതും അനിമോൾ കരഞ്ഞുപോയി. നൂറയുടെ വാക്കുകൾ കേട്ട് കരഞ്ഞുപോയി. അങ്ങനെ ലാലേട്ടൻ ചോദിച്ചു, എന്താ അനിമോളെ കരയുന്നതെന്ന് പറഞ്ഞു. വാക്കുകൾ കേട്ടപ്പോൾ കരഞ്ഞു പോയെന്ന് പറഞ്ഞു. അപ്പം ലാലേട്ടൻ പറഞ്ഞു, തങ്ങൾ എന്തൊരടിയായിരുന്നു എന്ന് ചോദിച്ചു. അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു, ഇത് കണ്ടപ്പോൾ എൻ്റെ കണ്ണും നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വിഷമായിപ്പോയി കേട്ടോ അനിമോളുടെ സങ്കടം കണ്ടപ്പോൾ. പിന്നെ ലാലേട്ടൻ ഒരു ഗെയിം കൊടുത്തു, സത്യസന്ധത, ഗെയിമർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തത്. അത് ആർക്കൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു. അതിനകത്ത് നമ്മുടെ ഷാനവാസ് പറഞ്ഞു, അനിമോൾക്ക് സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനമില്ലെന്ന്. സത്യം പറഞ്ഞാൽ അത് ഷാനവാസ് പറഞ്ഞ തെറ്റാണ്. നമുക്ക് ബിഗ് ബോസ് കാണുമ്പോൾ ലൈവും കാണുമ്പോഴും അറിയാം, അവളെ സ്നേഹിക്കുന്ന ആരെയും അവൾ കുറ്റം പറയില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. അവിടെ കേൾക്കുന്ന ഇവിടെ കൊണ്ട് കൊടുക്കില്ല, അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ അത് ഷാനവാസ് പറഞ്ഞ തെറ്റാണ്. നമുക്ക് കാണുമ്പോൾ അറിയാം. അതിനിപ്പം ഷാനവാസ് പുറത്ത് വന്ന് ഈ വീഡിയോകൾ കാണുമ്പോഴായിരിക്കും അറിയാവുന്നത് ഞാൻ ചെയ്ത തെറ്റാണ്. അത് നിവിനൊക്കെ പറയുന്ന കേട്ട്, അക്ബറൊക്കെ പറയുന്ന കേട്ടാണ് ഷാനവാസ് ഒരു തീരുമാനമെടുത്തത്. ഷാനവാസ് ചിന്തിച്ചിട്ട് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഗെയിമറാണോ അനിമോൾ? ഗെയിമറാണോ? അതിലുള്ള ഓരോരുത്തരും അവരോരോ ഗെയിം കളിക്കുന്നുണ്ട്, ആരും കളിക്കാതിരിക്കുന്നില്ല. പിന്നെ ലാലേട്ടൻ പോയതിന് ശേഷം കാണിക്കുന്നത് അക്ബർ ഷാനവാസും കൂടി കെട്ടിപ്പിടിക്കുന്നു, ഇതൊരു ഗെയിം എന്ന് പറഞ്ഞു. അതിനുശേഷം അക്ബറും ഷാനവാസും കൂടി പുറത്ത് ഊഞ്ഞാലി ചെന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ആടുന്നു. ഷാനവാസ് പറയുന്നു, അനിമോൾ ഗെയിം കളിക്കുകയാണ് അനീഷിനെ വെച്ചിട്ട് എന്ന് പറയുന്നു. ഷാനവാസ് ആ പറഞ്ഞത് തെറ്റാണ്. അനിമോളുടെ ഭാഗം അനീഷ് കേൾക്കുന്നില്ല. അനിമോൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അനിമോൾ അനീഷിൻ്റെ കൂടെ പറയാനാണ് അവൾ അനീഷിൻ്റെ അടുത്ത് പോണത്. കാരണമെന്ന് വെച്ചാൽ ആതിര നൂറ പറഞ്ഞു, നീ ഇവിടെ നിന്ന് പുറത്ത് പോകുന്നതിന് മുമ്പ് ഇത് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അനിമോൾ പറഞ്ഞു പുറത്ത് ചെന്നിട്ട് സംസാരിക്കാൻ വേണ്ട, ഈ അകത്ത് നടന്ന സംഭവം അകത്ത് തന്നെ ക്ലിയർ ആക്കണമെന്ന് അനിമോളെടുത്ത് പറഞ്ഞിട്ട് നീ പോയി സംസാരിക്കണം എന്ന് ആതിരയും നൂറയും പറഞ്ഞത് കൊണ്ടാണ് അനിമോൾ അനീഷിൻ്റെ അടുത്ത് സംസാരിക്കണം അനീഷ് ചേട്ടാ എന്നും പറഞ്ഞ് ചെല്ലുന്നത്. അനീഷിൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അനിമോൾ ചിലപ്പം ഇഷ്ടം പറഞ്ഞാലോ എന്ന്. ഇത്തവണ ബിഗ് ബോസിൽ നിന്നും പുറത്തു പോയവരെല്ലാം അകത്ത് വരുന്നുണ്ട്. ഇനി പുറത്തെ കാര്യങ്ങൾ ഇവരകത്ത് പറഞ്ഞു കൊടുത്താൽ ഇനി എന്ത് ഗെയിമാണ് അവിടെ നടക്കുന്നതെന്ന് അറിയാൻ വയ്യ. വലിയ അടികൾ നടക്കോ ഇല്ലേ?